ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ 28 മൈൽ എന്ന് പറയുന്ന സ്ഥലത്തെ ആടുചന്തയിലാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കല്ലമ്പലം കഴിഞ്ഞിട്ട് ഒരു 4 കിലോമീറ്ററോളം കഴിയുമ്പോഴാണ് 28 മൈൽ വരുന്നത്. കൊല്ലത്തുനിന്ന് വരുമ്പോൾ പാരിപ്പള്ളി കഴിഞ്ഞിട്ട് വരുന്ന മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനാണ് 28 മൈൽ. അപ്പോൾ ഇവിടുത്തെ ആടുചന്തയിലെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ധാരാളം ആടുകളും ആട്ടിൻകുട്ടികളും മുട്ടനാടുകളും ഒക്കെ വരുന്ന ഒരു ചന്തയാണ് ഈ ഒരു ചന്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ വ്യാഴവും ഞായറുമാണ് ഇവിടെ ചന്ത നടക്കുന്നത്. ഇതിൻ്റെ സമയം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളമായിട്ട് ഈ പരിസര പ്രദേശങ്ങളിലുള്ള കർഷകർ വളർത്തുന്ന ആടുകളെയാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് കൂടുതൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ സമീപ ജില്ലകളായ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള കർഷകരും ഇവിടെ ആടുകളെ കൊണ്ടുവരുന്നുണ്ട്. തീരെ ചെറിയ ആട്ടിൻകുട്ടികൾ മുതൽ നല്ല വലിയ മുട്ടനാടുകൾ വരെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വളരെ വിലക്കുറവിൽ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ചന്തയാണ്. എല്ലാ ഞായറും വ്യാഴവും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ചന്ത ആരംഭിക്കുന്നത്. 12 മണിക്ക് മുന്നേ തന്നെ ആടുകളെയും കൊണ്ടുവരുന്നവർ ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. വാങ്ങാൻ വരുന്നവർ ഗ്രൗണ്ടിനുള്ളിലേക്ക് 12 മണി കഴിഞ്ഞതിന് ശേഷമേ കയറ്റിവിടുകയുള്ളൂ. അപ്പോൾ ഈ ആടുകളെല്ലാം കൊണ്ടുവന്ന് സെറ്റാക്കി നിർത്തിയതിന് ശേഷം ഒരു 12:20 കൂടിയൊക്കെ വാങ്ങാൻ വരുന്നവരെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ചന്തയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ചന്ത തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് ആൾക്കാരെല്ലാം കയറിയത്. ഈ ചന്തയിലേക്ക് കയറാനുള്ള പ്രവേശന കവാടത്തിന് കുറുകെ കയറ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 12:20 ആകുമ്പോഴാണ് ഈ കയറ് വിട്ടിട്ട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. വാങ്ങാൻ വരുന്നവരാണ് കേട്ടോ. അപ്പോൾ ആ ചന്ത ആരംഭിച്ചു കഴിഞ്ഞു. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം നിങ്ങളുടെ വിലയ്ക്ക് നിങ്ങളുടെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ടുള്ള ആട്ടിൻകുട്ടികളായാലും ആടായാലും മുട്ടനാടുകളായൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ വിൽക്കാൻ കൊണ്ടുവരുന്നവർക്കും നല്ല വിലയിൽ അവർ ഉദ്ദേശിക്കുന്ന വിലയിൽ തന്നെ നിങ്ങൾക്കിവിടെ വിൽക്കാനും പറ്റും കേട്ടോ. അങ്ങനെയുള്ള നല്ലൊരു ചന്തയാണ്. ഇന്നത്തെ വിലയൊന്നും ഞാൻ ഇതിൽ വീഡിയോയിൽ കൊടുത്തിട്ടില്ല. ഇതാ കണ്ടില്ലേ, ഇപ്പം നല്ല തിരക്കായി കഴിഞ്ഞു. ആൾക്കാർ വാങ്ങാൻ വന്നവരെല്ലാം ചന്തയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അപ്പം ആടുകളെ വാങ്ങാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിലയൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രോക്കർമാരെയൊക്കെ കിട്ടും. അവരോട് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്, ചന്തയിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇന്നത്തെ വിലകളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന വില ആയിരിക്കില്ല അടുത്ത ആഴ്ച വരുമ്പോൾ. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. വില കൂടി കുറഞ്ഞൊക്കെ ഇരിക്കാം. അപ്പോൾ ഒരു ആഴ്ചയിൽ വില കുറവാണെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ വില കൂടുതലായിരിക്കാം. അപ്പോൾ വില പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് നോക്കുക. ഒരു തവണയെങ്കിലും ഒന്ന് ചന്തയിൽ വന്ന് നോക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.